ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകൾക്കും ഒരുപാട് ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ടാകും. അതിൽ ഖൈറായതെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഓരോരുത്തരെ പേരെടുത്ത് പറയാൻ അറിയില്ല, നിനക്ക് അതിനാവശ്യവുമില്ല. എല്ലാവരുടെയും ഹൃദയം അറിയുന്ന റബ്ബേ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും നീ സാധിപ്പിക്കണേ അല്ലാഹ്. ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചവർക്ക് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനെ, ഹജ്ജിനും ഉംറയ്ക്കും പോകാൻ ഉദ്ദേശിച്ചവർക്ക് നീ സൗകര്യം ചെയ്യണേ അല്ലാഹ്, എളുപ്പമാക്കണേ അല്ലാഹ്. ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. ഹജ്ജിന് പോകാൻ പണം സ്വീകരിച്ച് എല്ലാ ഒരുക്കങ്ങളുമായി നിൽക്കുന്ന ഹാജിമാർക്ക് പോകാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അവിടെ ആ വിഷയത്തിൽ ഇപ്പോൾ ഡൽഹി മക്കയിൽ വെച്ച് റിയാദിൽ വെച്ച് ഇന്ത്യ ഗവൺമെന്റും മക്ക രാജാവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ, ആ സംസാരത്തിൽ നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഹാജിമാർക്ക് പോകാൻ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ ഹജ്ജ് ചെയ്യാനും റസൂലുള്ളാഹിയെ സിയാറത്ത് ചെയ്യാനും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. പഠിച്ചവരെ, ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരികൾ, ഇവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിനെ നീ സ്വർഗ്ഗതോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവരെ, ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും ഖബറിന്റെ അദാബ് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളെ നീ ഖബറിൽ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. മലായിക്കത്ത് സന്തോഷിപ്പിക്കുന്ന കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും എല്ലാ ദോഷങ്ങളും പുറത്തു തന്ന് നിന്റെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ നിന്റെ സ്വാലിഹീങ്ങളെ പ്രിയം വെക്കുന്നവരും റസൂലുള്ളാഹിനെ പ്രിയം വെക്കുന്നവരും മറ്റ് അമ്പിയാക്കളെ പ്രിയം വെക്കുന്നവരുമാണ്. അതുകൊണ്ട് നീ ഞങ്ങളെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ അല്ലാഹ്. എല്ലാം നീ ഞങ്ങളെ സലാമത്താക്കി തരണോ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഇബ്ലീസിന്റെ ശർറിൽപ്പെടുത്താതെ സ്വാലിഹായ വ്യക്തിയായി ഈമാനോടുകൂടി മരിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അർഹമർ-റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ പ്രവൃത്തിയും നീ ഇഷ്ടപ്പെട്ടതാക്കി തരണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ചെയ്യാൻ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കല്ലേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ മാത്രം ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ കൊണ്ട് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളെല്ലാം നല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാക്കണേ അല്ലാഹ്.